2 ശമൂവേൽ അധ്യായം 3. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. ദാവീദിന് ഹെബ്രോനിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. ഇസ്രായേൽക്കാരത്തിയായ അഹീനോവം പ്രസവിച്ച അമ്നോൻ അവന്റെ ആദ്യജാതൻ. കർമ്മേല്യൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ പ്രസവിച്ച കിലെയാബ് രണ്ടാമത്തവൻ. ഗശൂർ രാജാവായ തൽമയിയുടെ മകൾ മയഖയുടെ മകനായ അബ്ശാലോം മൂന്നാമത്തവൻ. ഹഗ്ഗീത്തിന്റെ മകനായ അധോനിയാവ് നാലാമത്തവൻ. അബീതാലിന്റെ മകനായ ഷെഫത്യാവ് അഞ്ചാമത്തവൻ. ദാവീദിന്റെ ഭാര്യയായ എഗ്ല പ്രസവിച്ച ഇത്രയാം ആറാമത്തവൻ. ഇവരാകുന്നു ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന കാലത്ത് അബ്നേർ ശൗലിന്റെ ഗ്രഹത്തിൽ തന്നെത്താൻ ബലപ്പെടുത്തിയിരുന്നു. എന്നാൽ ശൗലിന് അയ്യാവിന്റെ മകളായി റിസ്പ എന്നു പേരുള്ള ഒരു വെപ്പാട്ടിയുണ്ടായിരുന്നു. ഈഷ്ബോശെത്ത് അബ്നേരിനോട്, നീ എൻ്റെ അപ്പന്റെ വെപ്പാട്ടിയുടെ അടുക്കൽ ചെന്നത് എന്ത് എന്ന് ചോദിച്ചു. അബ്നേർ ഈഷ്ബോശത്തിന്റെ വാക്കുനിമിത്തം ഏറ്റവും കോപിച്ച് പറഞ്ഞത്, ഞാൻ യഹൂദ പക്ഷത്തിലുള്ള ഒരു നായ്ത്തലയോ? ഇന്ന് ഞാൻ നിന്റെ അപ്പനായ ശൗലിന്റെ ഗ്രഹത്തോടും അവന്റെ സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ദയ കാണിക്കുകയും നിന്നെ ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്തിരിക്കെ, ഇന്ന് ഈ സ്ത്രീ നിമിത്തം നീ എന്നെ കുറ്റം ചുമത്തുന്നുവോ? ശൗലിന്റെ ഗ്രഹത്തിൽ നിന്ന് രാജത്വം മാറ്റുകയും ദാവീദിന്റെ സിംഹാസനം ദാൻ മുതൽ ബേർഷേബ വരെ ഇസ്രായേലിലും യഹൂദയിലും സ്ഥാപിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം യഹോവ ദാവീദിനോട് സത്യം ചെയ്തതുപോലെ ഞാൻ അവന് സാധിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ദൈവം അബ്നേരിനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. അവൻ അബ്നേരിനെ ഭയപ്പെടുക കൊണ്ട് അവനോട് പിന്നെ ഒരു വാക്കും പറവാൻ കഴിഞ്ഞില്ല. അനന്തരം അബ്നേർ ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ദേശമാർക്കുള്ളത് എന്നോട് ഉടമ്പടി ചെയ്യുക, എന്നാൽ എല്ലാ ഇസ്രായേലിനെയും നിന്റെ പക്ഷത്തിൽ വരുത്തേണ്ടതിന് എൻ്റെ സഹായം നിനക്കുണ്ടാകും എന്ന് പറയിച്ചു. അതിന് അവൻ, നല്ലത്, ഉടമ്പടി ചെയ്യാം. എന്നാൽ ഞാനൊരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നു. നീ എന്നെ കാണുവാൻ വരുമ്പോൾ ആദ്യം തന്നെ ശൗലിന്റെ മകളായ മീഖളിനെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നാൽ നീ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിന്റെ മകനായ ഈഷ്ബോശെത്തിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ വിവാഹ നിശ്ചയത്തിന് ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മം കൊടുത്തു വാങ്ങിയ എൻ്റെ ഭാര്യയായ മീഖളിനെ ഏൽപ്പിച്ചു തരിക എന്ന് പറയിച്ചു. ഈഷ്ബോശെത്ത് അവളെ ലയീഷിന്റെ മകനായി അവളുടെ ഭർത്താവായ ഫൽത്തിയേലിന്റെ അടുക്കൽ നിന്ന് വരുത്തി. അവളുടെ ഭർത്താവ് കരഞ്ഞും കൊണ്ട് ബഹൂരീം വരെ അവളുടെ പിന്നാലെ വന്നു. അബ്നേർ അവനോട്, നീ മടങ്ങിപ്പോക എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. എന്നാൽ അബ്നേർ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ചു. ദാവീദിനെ രാജാവായി കിട്ടുവാൻ കുറെ കാലമായല്ലോ നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യുവീൻ. ഞാൻ എൻ്റെ ദാസനായ ദാവീദിന്റെ കൈകൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫെലിസ്ത്യർ മുതലായ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുമെന്ന് യഹോവ ദാവീദിനെ കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അബ്നേർ ബെന്യാമീന്യരോടും പറഞ്ഞു. പിന്നെ അബ്നേർ ഇസ്രായേലിനും ബെന്യാമീൻ ഗ്രഹത്തിനൊക്കെയും സമ്മതമായതെല്ലാം ദാവീദിനോട് അറിയിക്കേണ്ടതിന് ഹെബ്രോനിൽ പോയി. ഇങ്ങനെ അബ്നേരും അവനോടുകൂടെ 20 പുരുഷന്മാരും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. ദാവീദ് അബ്നേരിനും കൂടെയുള്ളവർക്കും വേണ്ടി ഒരു വിരുന്ന് കഴിച്ചു. അബ്നേർ ദാവീദിനോട്, ഞാൻ ചെന്ന് ഇസ്രായേലൊക്കെയും യജമാനനായ രാജാവിനോട് ഉടമ്പടി ചെയ്യേണ്ടതിന് അവരെ നിന്റെ അടുക്കൽ കൂട്ടിവരുത്തും. അപ്പോൾ നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും രാജാവായിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബ്നേരിനെ യാത്രയയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ ദാവീദിന്റെ ചേവകരും യോവാബും
ഒരു കവർച്ചപ്പട കഴിഞ്ഞു വളരെ കൊള്ളയുമായി മടങ്ങി വന്നു. എന്നാൽ ദാവീദ് അബ്നേരിനെ യാത്ര അയക്കുകയും അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നതിനാൽ അവൻ അന്നേരം ദാവീദിന്റെ അടുക്കൽ ഇല്ലായിരുന്നു. യോവാബും കൂടെയുള്ള സൈന്യമൊക്കെയും വന്നപ്പോൾ നേരിന്റെ മകനായ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്നു. അവൻ അവനെ യാത്ര അയച്ചു. അവൻ സമാധാനത്തോടെ പോയി എന്നിങ്ങനെ യോവാബിന് അറിവ് കിട്ടി. യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്നു, എന്താകുന്നു ഈ ചെയ്തത്? അബ്നേർ നിന്റെ അടുക്കൽ വന്നിരുന്നുവല്ലോ, അവനെ പറഞ്ഞയച്ചതെന്ത്? അവൻ പോയല്ലോ. നേരിന്റെ മകനായ അബ്നേരിനെ നീ അറിയുകയില്ലേ? നിന്നെ ചതിപ്പാനും നിന്റെ പോക്കും വരവും ഗ്രഹിപ്പാനും നീ ചെയ്യുന്നതൊക്കെയും അറിവാനുമല്ലോ അവൻ വന്നത് എന്ന് പറഞ്ഞു. യോവാബ് ദാവീദിന്റെ അടുക്കൽ നിന്ന് പുറത്തിറങ്ങി അബ്നേരിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ സീരാ കിണറ്റിങ്കൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. ദാവീദ് അതറിഞ്ഞില്ല താനും. അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറവാൻ അവനെ പടിവാതിൽക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ സഹോദരനായ അസാഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്ത് കുത്തി കൊന്നുകളഞ്ഞു. ദാവീദ് അത് കേട്ടപ്പോൾ നേരിന്റെ മകനായ അബ്നേരിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എൻ്റെ രാജത്വത്തിനും യഹോവയുടെ മുൻപാകെ ഒരിക്കലും കുറ്റമില്ല. അത് യോവാബിന്റെ തലമേലും അവന്റെ പിതൃഭവനത്തിന്മേലൊക്കെയും ഇരിക്കട്ടെ. യോവാബിന്റെ ഗൃഹത്തിൽ സ്രവക്കാരനോ കുഷ്ഠരോഗിയോ വടികുത്തി നടക്കുന്നവനോ വാളിനാൽ വീഴുന്നവനോ ആഹാരത്തിന് മുട്ടുള്ളവനോ വിട്ടൊഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്നേർ ഗിബിയോനിലെ യുദ്ധത്തിൽ തങ്ങളുടെ അനുജനായ അസാഹേലിനെ കൊന്നത് നിമിത്തം യോവാബും അവന്റെ സഹോദരനായ അബീഷായിയും ഇങ്ങനെ അവനെ കൊന്നുകളഞ്ഞു. ദാവീദ് യോവാബിനോടും അവനോട് കൂടിയുള്ള സകല ജനത്തോടും, നിങ്ങളുടെ വസ്ത്രം കീറി ചാക്കുശീല ഉടുത്ത് അബ്നേരിന്റെ മുൻപിൽ നടന്നു വിലപിപ്പീൻ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ശവമഞ്ചത്തിന്റെ പിന്നാലെ നടന്നു. അവർ അബ്നേരിനെ ഹെബ്രോനിൽ അടക്കം ചെയ്തപ്പോൾ രാജാവ് അബ്നേരിന്റെ ശവക്കുഴിക്കൽ ഉറക്കെ കരഞ്ഞു. സകല ജനവും കരഞ്ഞു. രാജാവ് അബ്നേരിനെ കുറിച്ച് വിലാപഗീതം ചൊല്ലിയതെന്തെന്നാൽ, അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല. നീതികെട്ടവരുടെ മുൻപിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. സകല ജനവും അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. നേരം വൈകും മുൻപേ ജനമെല്ലാം ദാവീദിനെ ഭക്ഷണം കഴിപ്പിക്കേണ്ടതിന് വന്നപ്പോൾ, സൂര്യൻ അസ്തമിക്കും മുൻപേ ഞാൻ അപ്പമെങ്കിലും മറ്റു യാതൊന്നെങ്കിലും ആസ്വദിച്ചാൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു. ഇത് ജനമെല്ലാം അറിഞ്ഞപ്പോൾ രാജാവ് ചെയ്തതൊക്കെയും സർവ്വജനത്തിനും ബോധിച്ചിരുന്നതുപോലെ ഇതും അവർക്ക് ബോധിച്ചു. നേരിന്റെ പുത്രനായ അബ്നേരിനെ കൊന്നത് രാജാവിന്റെ അറിവോടെയല്ല എന്ന് സകല ജനത്തിനും ഇസ്രായേലിനൊക്കെയും അന്ന് ബോധ്യമായി. രാജാവ് തൻ്റെ ഭൃത്യന്മാരോട്, ഇന്ന് ഇസ്രായേലിൽ ഒരു പ്രഭുവും മഹാനുമായവൻ പട്ടുപോയി എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ബലഹീനനാകുന്നു. സെരൂയയുടെ പുത്രന്മാരായ ഈ പുരുഷന്മാർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാരത്രേ. ദുഷ്ടത പ്രവർത്തിച്ചവന് അവൻ്റെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം യഹോവ പകരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. രണ്ട് ശമൂവേൽ അധ്യായം 4. അബ്നേർ ഹെബ്രോനിൽ വെച്ച് മരിച്ചുപോയത് ശൗലിന്റെ മകൻ കേട്ടപ്പോൾ അവന്റെ ധൈര്യം ക്ഷയിച്ചു. ഇസ്രായേല്യരൊക്കെയും ഭ്രമിച്ചുപോയി. എന്നാൽ ശൗലിന്റെ മകന് പടനായകന്മാരായ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തന് ബാന എന്നും മറ്റവന് രേഖാബ് എന്നും പേർ. അവർ ബെന്യാമീന്യരിൽ ബെരോത്യനായ റിമ്മോന്റെ പുത്രന്മാർ ആയിരുന്നു. ബെരോത്ത് ബെന്യാമീനിൽ ഉൾപ്പെട്ടതായി വിചാരിച്ചു വരുന്നു. ബെരോത്യർ ഗിദ്ധയീമിലേക്ക് ഓടിപ്പോയി ഇന്ന് വരെയും അവിടെ പരദേശികളായി പാർക്കുന്നു. ശൗലിന്റെ മകനായ യോനാഥാന്
2 കാലും മുടന്തായിട്ട് ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ശൗലിൻ്റെയും യോനാഥാൻ്റെയും വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണു മുടന്തനായിപ്പോയി. അവന് മെഫീബോഷെത്ത് എന്നു പേർ. ബെരോത്യൻ റിമ്മോന്റെ പുത്രന്മാരായ രേഖാബും ബാനയും വെയിൽ മൂത്തപ്പോഴേക്ക് ഈഷ്ബോശത്തിന്റെ വീട്ടിൽ ചെന്നെത്തി. അവൻ ഉച്ചസമയത്ത് ആശ്വസിച്ച് കിടക്കുകയായിരുന്നു. അവർ കോതമ്പ് എടുപ്പാൻ വരുന്ന ഭാവത്തിൽ വീട്ടിന്റെ നടുവിൽ കടന്ന് അവനെ വയറ്റത്ത് കുത്തി. രേഖാബും സഹോദരനായ ബാനയും ഓടിപ്പോയി കളഞ്ഞു. അവർ അകത്ത് കടന്നപ്പോൾ അവൻ ശയനഗ്രഹത്തിൽ കട്ടിലിന്മേൽ കിടക്കുകയായിരുന്നു. ഇങ്ങനെ അവർ അവനെ കുത്തിക്കൊന്നു. തല വെട്ടിക്കളഞ്ഞു. തലയും എടുത്തു രാത്രി മുഴുവനും അരാബയിൽ കൂടി നടന്നു. ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ഈഷ്ബോശെത്തിന്റെ തല കൊണ്ടുവന്നു രാജാവിനോട്, നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയ നിന്റെ ശത്രുവായ ശൗലിന്റെ മകൻ ഈഷ്ബോശെത്തിന്റെ തല ഇതാ. ഇന്ന് യജമാനനായ രാജാവിനു വേണ്ടി ശൗലിനോടും അവന്റെ സന്തതിയോടും യഹോവ പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ദാവീദ് ബെരോത്യനായ റിമ്മോന്റെ പുത്രന്മാരായ രേഖാബിനോടും അവന്റെ സഹോദരൻ ബാനയോടും ഉത്തരം പറഞ്ഞത്, എൻ്റെ പ്രാണനെ സകല ആപത്തിൽ നിന്നും വീണ്ടെടുത്ത യഹോവയാണ്. ശൗൽ മരിച്ചുപോയി എന്നൊരുത്തൻ എന്നെ അറിയിച്ചു. താൻ ശുഭവർത്തമാനം കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ അവനെ പിടിച്ച് സിക്ലാഗിൽ വെച്ച് കൊന്നു. ഇതായിരുന്നു ഞാൻ അവൻ്റെ വർത്തമാനത്തിനു വേണ്ടി അവന് കൊടുത്ത പ്രതിഫലം. എന്നാൽ ദുഷ്ടന്മാർ ഒരു നീതിമാനെ അവൻ്റെ വീട്ടിൽ മെത്തയിൽ വെച്ച് കൊല ചെയ്താൽ എത്രയധികം! ഞാൻ അവൻ്റെ രക്തം നിങ്ങളോട് ചോദിച്ചു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയാതിരിക്കുമോ? പിന്നെ ദാവീദ് തൻ്റെ ബാല്യക്കാർക്ക് കൽപ്പന കൊടുത്തു. അവർ അവരെ കൊന്നു അവരുടെ കൈകാലുകൾ വെട്ടി അവരെ ഹെബ്രോനിലെ കുളത്തിനരികെ തൂക്കിക്കളഞ്ഞു. ഈഷ്ബോശെത്തിന്റെ തല അവർ എടുത്ത് ഹെബ്രോനിൽ അബ്നേരിന്റെ ശവക്കുഴിയിൽ അടക്കം ചെയ്തു. രണ്ട് ശമൂവേൽ അധ്യായം 5. അനന്തരം ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെയും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും ആകുന്നുവല്ലോ. മുൻപ് ശൗൽ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോഴും നായകനായി ഇസ്രായേലിനെ നടത്തിയത് നീ ആയിരുന്നു. നീ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുകയും ഇസ്രായേലിന് പ്രഭു ആയിരിക്കുകയും ചെയ്യുമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം വാണു. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസവും യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദയ്ക്കും 33 സംവത്സരവും രാജാവായി വാണു. രാജാവും അവൻ്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യബൂസിയരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കുകയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിന്റെ നഗരം. അന്ന് ദാവീദ് ആരെങ്കിലും യബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിയിൽ കൂടി കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുത് എന്നൊരു ചൊല്ല് നടപ്പായി. ദാവീദ് കോട്ടയിൽ വസിച്ചു. അതിന് ദാവീദിന്റെ നഗരമെന്ന് പേരിട്ടു. ദാവീദ് അതിനെ മില്ലോ തുടങ്ങി ചുറ്റിലും ഉള്ളിലോട്ടും പണിതുറപ്പിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു. സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ
ദൂതന്മാരെയും ദേവദാരുക്കളെയും ആശാരികളെയും കൽപ്പണിക്കാരെയും അയച്ചു. അവർ ദാവീദിന് ഒരരമന പണിതു. ഇങ്ങനെ യഹോവ ഇസ്രായേലിൽ തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ ജനമായ ഇസ്രായേൽ നിമിത്തം തന്റെ രാജത്വം ഉന്നതമാക്കുകയും ചെയ്തു എന്ന് ദാവീദ് അറിഞ്ഞു. ഹെബ്രോനിൽ നിന്ന് വന്ന ശേഷം ദാവീദ് യെരുശലേമിൽ വെച്ച് അധികം വെപ്പാട്ടികളെയും ഭാര്യമാരെയും പരിഗ്രഹിച്ചു. ദാവീദിന് പിന്നെയും പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. യെരുശലേമിൽ വെച്ച് അവന് ജനിച്ചവരുടെ പേരുകളാവിത്: ശമൂവ, ശോബാബ്, നാഥാൻ, ശലോമോൻ, യിബ്ഹാർ, എലീശുവ, നേഫെഗ്, യാഫിയ, എലീശാമ, എല്യാദാവ്, എലീഫെലെത്ത്. എന്നാൽ ദാവീദിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യർ ഒക്കെയും ദാവീദിനെ പിടിപ്പാൻ വന്നു. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്നു പാർത്തു. ഫെലിസ്ത്യർ വന്നു രെഫായീം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ ദാവീദിനോട് അരുളിച്ചെയ്തു. അങ്ങനെ ദാവീദ് ബാൽ പെരാസീമിൽ ചെന്നു. അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ യഹോവ എൻ്റെ മുൻപിൽ എൻ്റെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽ പെരാസീം എന്ന് പേർ പറഞ്ഞു വരുന്നു. അവിടെ അവർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഇട്ടേച്ചു പോയി. ദാവീദും അവൻ്റെ ആളുകളും അവയെ എടുത്തുകൊണ്ടു പോന്നു. ഫെലിസ്ത്യർ പിന്നെയും വന്നു രെഫായീം താഴ്വരയിൽ പരന്നു. ദാവീദ് യഹോവയോട് ചോദിച്ചപ്പോൾ, നീ നേരെ ചെല്ലാതെ അവരുടെ പിൻപുറത്തുകൂടി വളഞ്ഞു ചെന്നു ബാഖാവൃക്ഷങ്ങൾക്ക് എതിരെ വെച്ച് അവരെ നേരിടുക. ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. അപ്പോൾ വേഗത്തിൽ ചെല്ലുക. ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിപ്പാൻ യഹോവ നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുളപ്പാടുണ്ടായി. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഫെലിസ്ത്യരെ ഗേബ മുതൽ ഗേസർ വരെ തോൽപ്പിച്ചു.